നമുക്ക് രസമുള്ളൊരു കാഴ്ചയിലേക്ക് കസബനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ പേര് തന്നെ അങ്ങനെ വന്നതാണ് തോന്നുന്നില്ലേ? കസബ സിനിമയിൽ നിന്നായിരിക്കണം, ഞാൻ ഊഹിക്കുന്നതാണ്. പള്ളുരുത്തി പോലീസിന് കാവലായി കസബനുണ്ട്. സ്റ്റേഷനിലെ പോലീസുകാരുടെ ചങ്കാണ് കസബൻ എന്ന നായ. കോവിഡ് കാലത്ത് ആരോ തെരുവിൽ ഉപേക്ഷിച്ചു പോയ നായയ്ക്ക് പോലീസുകാർ ഭക്ഷണവും പരിചരണവും നൽകിയപ്പോൾ അവൻ അവർക്ക് കാവലാളായി ഒപ്പം കൂടുകയായിരുന്നു. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ സമയവും ഡ്യൂട്ടിയിലാണ് കസബൻ. കാക്കിയുടെ പ്രിയപ്പെട്ടവൻ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരുമായും വേഗത്തിൽ കൂട്ടുകൂടും. ഇപ്പോൾ 5 വയസ്സുള്ള നായയെ കോവിഡ് കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്റ്റേഷനിലെ പോലീസുകാർ കണ്ടെത്തുകയായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച് ഭക്ഷണവും പരിചരണവും നൽകിയതോടെ കാക്കിക്കുള്ളിലെ കാരുണ്യത്തെ അവനും തിരിച്ചറിഞ്ഞു. പള്ളുരുത്തി സ്റ്റേഷൻ വിട്ട് ഒരുപാട് അകലേക്ക് എവിടെയും പിന്നീട് അവൻ പോയിട്ടില്ല. സ്റ്റേഷനിൽ എവിടെയും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും കസബനുണ്ട്. അന്നത്തെ ACP രവീന്ദ്രനാണ് നായയ്ക്ക് കസബൻ എന്ന പേരിട്ടത്. പോലീസ് ഡ്രൈവറായ രാജേഷും SI M മനോജും മുനീറും ഓഫീസർമാരായ ലാലുവും അനിതമോളുമെല്ലാം കസബനെ പരിചരിക്കാൻ മുന്നിലുണ്ട്. 2021 ജനുവരിയിലാണ് ഞാനിവിടെ വരുന്നത്. വരുമ്പോൾ ഞാനൊരു വൈകുന്നേരമാണ് ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നത്. ആ സമയത്ത് സ്റ്റേഷൻ്റെ വാതിൽക്കൽ ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ ഇവനെയാണ്. ഞാൻ ഓർക്കുന്നത് സ്റ്റേഷനിൽ പട്ടികളാണോ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പട്ടി വിവരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങോട്ട് രാത്രിയാണ് ഒരു 8 മണിയോടെയാണ് കയറി വരുന്നത്. അപ്പോഴത്തേക്ക് പട്ടി എന്നെ നോക്കി കുരയ്ക്കുന്നുണ്ട്. പക്ഷേ അന്നാണ് പട്ടി എന്നെ നോക്കി കുരയ്ക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ പട്ടിക്ക് മനസ്സിലായി ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വന്ന ആളാണെന്നും ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നൊരു ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായതിനു ശേഷം ഈ പട്ടി പിന്നെ ഞാൻ വരുമ്പോൾ എപ്പോഴും നമ്മളെ ഒന്നൊന്ന് വിഷ് ചെയ്തിട്ടേ പട്ടി പോകത്തുള്ളൂ. അതെന്തോ പോലീസിൻ്റെ കൂടെ കൂടിയുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആ ഒരു വിഷ് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. അപ്പം പിന്നെ അവന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസമൊക്കെ കൊടുക്കാണ്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ ഞങ്ങൾ കസബൻ എന്നാണ് വിളിക്കുന്നത്. കസബ സ്റ്റേഷനാണിത്, അതിൽ തന്നെ കസബൻ എന്നാണ് അവനെ വിളിക്കുന്നത്. സത്യമായി ഇവനൊരു സ്റ്റേഷൻ പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. ഇപ്പം ഇവനെ കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് വരുമ്പോഴത്തേക്ക്. 1-2 ദിവസം ഇവനോട് ഇല്ലാണ്ട് ഇവനെ ഓടിക്കളഞ്ഞു. ഇവനെ ആരോ അടിച്ചു, പുറത്താരോ അടിച്ചു എന്ന് പറഞ്ഞ് ഇവൻ വിട്ട് പൊക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി തപ്പി കണ്ടുപിടിച്ചുകൊണ്ട് വന്നാണ് ഇവനെ. ഇവന് സ്റ്റേഷൻ്റെ ഒരു കാവൽക്കാരനെ പോലെയാണ് സ്റ്റേഷൻ്റെ കാവൽക്കാരനെ പോലെയാണ് ഇവൻ. സ്റ്റേഷനിലെത്തുന്നവർക്ക് കസബൻ പരിചിതനാണ്. രാത്രി വനിതാ പോലീസാണ് പുറത്ത് ഡ്യൂട്ടിക്കെങ്കിൽ മദ്യപരടക്കം ആരെയും സ്റ്റേഷൻ പരിസരത്ത് അടുപ്പിക്കില്ല. വനിതാ പോലീസിനൊരു ധൈര്യമാണ് ആരെയും കൂസാത്ത കസബൻ. എല്ലാവരോടും ഇണങ്ങും, പെട്ടെന്ന് ഇണങ്ങിയൊക്കെ ചെയ്യും. പെറ്റീഷൻകാർ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അവര് നമ്മളോട് കയർത്തി ഇങ്ങനെ ഇച്ചിരി സൗണ്ട് ഉയർത്തി സംസാരിക്കണ അവൻ പെട്ടെന്ന് ചൂടാവും. ഇങ്ങോട്ട് വരുന്നവർ അവന് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാളും മുന്നേ തന്നെ അവനത് മനസ്സിലാകും എങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. സ്റ്റേഷനിലെത്തി അനാവശ്യമായി ബഹളം വയ്ക്കുന്നവരെ കസബൻ കുരച്ചു ചാടി അടക്കി നിർത്തും. ബഹളം തുറന്നാൽ പിന്നെയൊരു മുരളലാണ്. ഇവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ സ്റ്റേഷൻ്റെ ഭാഗമാണെന്ന് കൃത്യമായി തിരിച്ചറിയുകയും നമ്മൾക്ക് എതിരായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ കുറച്ച് ബഹളം ഉണ്ടാക്കി ചെയ്യാറുണ്ട്. ബ്ലാക്കിയും സുന്ദരനുമാണ് കസബന്റെ കൂട്ടുകാർ. എന്നാൽ എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിലും ഇവരെ പോലും കസബൻ സ്റ്റേഷൻ പരിസരത്ത് അടുപ്പിക്കില്ല. നാട്ടുകാർക്കും സമീപത്തെ കച്ചവടക്കാർക്കുമെല്ലാം പ്രിയപ്പെട്ടവനാണ് കസബൻ. കസബനാണ് ഇവിടുത്തെ മെയിൻ താരം. ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്റ്റേഷൻ മുഴുവൻ അവൻ നോക്കുള്ളൂ. കംപ്ലീറ്റ് റൂംസ് പറയും അവന്. രവീന്ദ്രനാഥ് സാറ് വന്നപ്പോഴത്തേക്കാണ് അവനെ കസബൻ എന്ന് പറഞ്ഞ പേരിട്ടത്. ACP പഴയ ACP സാർ. ഫ്രണ്ട്സ് ഇതിങ്ങനെ രണ്ടുമുണ്ട്. ഇതിൻ്റെ പേര് ഒരുത്തൻ്റെ പേര് സുന്ദരൻ, ഒരുത്തൻ മറ്റേ ബ്ലാക്കി. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കയറ്റുള്ളൂ. വേറെ ഒരു വാലുമുറിയാൻ പട്ടി ഉണ്ട്, അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ പറപ്പിക്കുവാൻ. ഭക്ഷണപ്രിയനായ കസബൻ ചായ കുടിക്കാൻ പോകുന്ന പോലീസുകാർക്കൊപ്പം കൂടും. ഉച്ചയ്ക്ക് പ്രത്യേക മെനുവൊന്നുമില്ലെങ്കിലും രാത്രി ആരോഗ്യം നോക്കാതെ കഴിക്കും. പൊറോട്ടയും ചിക്കനും ഷവർമയും കുഴിമന്തിയും എല്ലാമായി വയറു നിറയ്ക്കും. ഷാമ്പു തേപ്പിച്ച് കുളിപ്പിക്കുന്നതും സമയാസമയങ്ങളിൽ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നതുമെല്ലാം പോലീസുകാരാണ്. സമൂഹ മാധ്യമങ്ങളിലും വൈറലായ കസബന് ആരാധകരായി വലിയൊരു നിര തന്നെയുണ്ട്. പള്ളുരുത്തി പോലീസിന് കാവലാളായി കസബനുണ്ട്. സ്റ്റേഷനിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി. പോലീസുകാരുടെ മാത്രമല്ല, ഇവിടെ പരാതികളുമായി എത്തുന്ന ആളുകളുടെയും പ്രിയപ്പെട്ടവനാണ് ഈ കസബൻ. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. കസബന്റെ കഥ അതല്ല, കുഴിമന്തിയൊക്കെയാണ് അത്ര കഴിക്കുന്നത്. പൊറോട്ട, ചിക്കൻ എന്തായാലും